ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജിയോ പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് പങ്കുവഹിക്കുന്നത് അമേരിക്കയാണ്. കാരണം അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും ഒരു പവർഫുള്ളായിട്ടുള്ള ഒന്നാമത്തെ രാജ്യം. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വരികയുള്ളൂ. അപ്പോൾ ജിയോ പൊളിറ്റിക്സിനെ നമുക്കറിയാം, പണ്ട് ബ്രിട്ടൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ബ്രിട്ടന് ശേഷം ബ്രിട്ടൻ്റെ ഒരു പരിണാമം സംഭവിച്ചാണ് പിന്നെ അമേരിക്കൻ സാമ്രാജ്യം നമ്മൾ പറയുന്നത്. ഇപ്പോൾ അമേരിക്കൻ സൂപ്പർ പവർ എന്ന് വിശേഷിപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ രാജ്യമല്ല നമ്മൾ ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതും, അല്ലെങ്കിൽ ഈ ലോകത്തെല്ലാം നടന്ന യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതും, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതും, വിരട്ടുന്നതും, പിടിച്ചടക്കാൻ ശ്രമിക്കുന്നതും, അവരുടെ ആധിപത്യം പിന്നെ സർവാധിപത്യത്തിൽ നിലനിർത്താൻ ശ്രമിക്കുന്നതൊക്കെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു രാജ്യത്തിന് അങ്ങനെ ഇതുപോലുള്ള കാരണം നമുക്കൊരു രാജ്യത്തെ ഒരു സാമ്രാജ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. സാമ്രാജ്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സ്കോപ്പും അല്ലെങ്കിൽ അതിൻ്റെ രീതികളൊക്കെ ഒരു രാജ്യത്തിനപ്പുറത്താണ്. കാരണം ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് അതിർത്തികൾ കടന്നിട്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആക്രാന്തം അല്ലെങ്കിൽ ഇതുപോലുള്ള വെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ കൈയടക്കുക മറ്റുള്ള കാരണം അതിൽ നിന്നും ആ രാജ്യത്തിൽ നിന്ന് എത്രയോ ദൂരെ, എത്രയോ കിലോമീറ്റർ, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഭൂപ്രദേശത്തൊക്കെ വന്നിട്ടില്ലേ അവർ പിന്നെ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതും ഉറപ്പിക്കുന്നതും, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ യുദ്ധം ചെയ്യുന്നതും, അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ രാജ്യം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കലും അത് ചെയ്യാൻ സാധ്യവുമല്ല. അതിന് കഴിയേണ്ട ആവശ്യമില്ല. കാരണം രാജ്യം ആണെങ്കിൽ ഇപ്പോൾ ഒരു സോവറിൻ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്ന സ്വതന്ത്ര ഭരണാധികാരം ഉള്ള ഒരു രാജ്യമാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണെന്നാണ് പറയുന്നത്. എല്ലാ രാജ്യങ്ങളും, ഭൂരിപക്ഷം രാജ്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഇതുപോലുള്ള ഈ മറ്റ് അതിർത്തികൾ കടന്നിട്ട് മറ്റ് ഭൂപ്രദേശങ്ങളിലും അല്ലെങ്കിൽ ജനങ്ങളുടെയൊക്കെ തന്നെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ അവരുടെ നയങ്ങൾ രൂപീകരിക്കുകയും അവരുടെ പ്രവൃത്തികൾ ഇപ്പോൾ നമ്മൾ അമേരിക്ക ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അതിനു മുമ്പുണ്ടായിട്ടുള്ള സാമ്രാജ്യ ശക്തികളൊക്കെ തന്നെ ചെയ്തത് എന്താണോ ആ ഒരു കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന് സ്വതന്ത്ര പരമാധികാരം ഉള്ളൊരു രാജ്യത്തിന് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാനും സാധിക്കത്തില്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇന്ത്യയെ പോലെ ഇപ്പം നമ്മളൊരു സ്വതന്ത്ര പരമാധികാരമുള്ള രാജ്യമാണ്, അല്ലെങ്കിൽ മറ്റെല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് പേരിൽ. പക്ഷേ അതെല്ലാം എല്ലാ രാജ്യങ്ങളും ഇല്ലെങ്കിൽ തന്നെയും കുറേ രാജ്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ നെറുകേടുകൾ കാണിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ജിയോ പൊളിറ്റിക്സിൽ. ഈ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് തീർച്ചയായിട്ടും സാമ്രാജ്യ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സ് എന്നുള്ളത്. ഇപ്പോൾ സ്വതന്ത്ര പരമാധികാരത്തിൽ വിശ്വസിക്കുകയും സ്വതന്ത്ര പരമാധികാരം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന രാജ്യത്തിനെ സംബന്ധിച്ച് ബൈലാറ്ററലായിട്ടുള്ള റിലേഷൻസ് മാത്രമേ ഉള്ളൂ, ഉഭയകക്ഷി ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മളൊരു സാമ്രാജ്യ ശക്തിയൊന്നുമല്ല. നമ്മൾ ഒരു സാമ്രാജ്യ ശക്തിയാകുവാൻ നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളോ പുറപ്പാടൊന്നും നമ്മൾ ഭാഗത്തുനിന്നില്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമുക്കുള്ള പ്രശ്നം തന്നെ പാകിസ്ഥാനായിട്ടാണ്. കാരണം നമ്മളെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവരുമായിട്ട് നമുക്ക് ബൈലാറ്ററൽ അല്ലെങ്കിൽ ഉഭയകക്ഷി പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചൈനയായിട്ടുള്ള വിഷയങ്ങൾ. അതിനപ്പുറത്ത് നമുക്ക് മറ്റൊരു രാജ്യമായിട്ടും ഇതുപോലുള്ള യാതൊരുള്ള കോൺഫ്ലിക്റ്റും ഇല്ല. നമ്മളവരെ ഇൻവൈഡ് ചെയ്യാനും പോകുന്നില്ല. അവരുടെ പരമാധികാരത്തിലേക്ക് നമ്മൾ എൻക്രോച്ച് ചെയ്യാനും പോകുന്നില്ല. ഇനി നമുക്ക് ദൂരെയുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഉഭയകക്ഷി ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഉഭയകക്ഷി ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് ആയിരിക്കും, വ്യാപാരമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിലെ ക്രയവിക്രമമായിരിക്കും അങ്ങോട്ട് നടക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് പോയി ജോലി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രോഡക്ട്സ്, മർച്ചൻഡൈസ്, സർവീസ്, സേവനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ തന്നെയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കാൻ പറ്റുന്ന ഏറ്റവും മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ റീസണബിളുള്ള ലോജിക്കലായിട്ടുള്ള റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് തീർച്ചയായിട്ടും യുദ്ധങ്ങൾ ഉണ്ടാക്കേണ്ടി വരികയും നമ്മുടെ അതിർത്തി വിട്ടിട്ട് നമുക്ക് മറ്റു രാജ്യങ്ങളെ കടന്നാക്രമിക്കേണ്ടി വരികയും, അല്ലെങ്കിൽ നമുക്ക് മറ്റു രാജ്യങ്ങളെ നമ്മുടെ പ്രോക്സിയായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ആ പ്രോക്സി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അയൽ രാജ്യത്തിനെ നമുക്ക് ആക്രമിക്കേണ്ടി വരികയും, അല്ലെങ്കിൽ അവിടെ അധിനിവേശം നടത്തേണ്ടി വരികയൊക്കെ ചെയ്യുന്നതിനാൽ സ്വതന്ത്ര പരമാധികാരമുള്ള രാജ്യത്തിനപ്പുറത്തുള്ളൊരു സംവിധാനത്തിനായിരിക്കും ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ തീർച്ചയായിട്ടും മലയാളത്തിൽ സാമ്രാജ്യത്വം അല്ലെങ്കിൽ സാമ്രാജ്യശക്തി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇമ്പീരിയലിസം അല്ലെങ്കിൽ എംപയർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. കാരണം അവർ രാജ്യമല്ല ശരിക്കും പറഞ്ഞാൽ,
അവർക്ക് അതിർത്തികളില്ല. അവരൊക്കെ ഈ ലോകത്ത് ഉള്ള ഈ വിഭവങ്ങളുടെ മുകളിൽ മൊത്തം അവർക്ക് നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കുവാനും സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയുന്നത് ആം, ആം, ഒരു ടോട്ടൽ കൺട്രോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രവണതയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാമ്രാജ്യ ശക്തികളുടെ ഒരു ലക്ഷ്യവും അല്ലെങ്കിൽ അവരിൽ കൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോൾ പണ്ടത്തെ ബ്രിട്ടൻ ആയാലും ബ്രിട്ടീഷ് എംപയർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കാരണം നമ്മൾ ആ ഭൂപടത്തിൽ കാണുന്ന ബ്രിട്ടൻ്റെ ആ ഒരു ജിയോഗ്രഫിക്കൽ ലാൻഡ്സ്കേപ്പ് അല്ല ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്നത്. കാരണം ഈ ബ്രിട്ടീഷ് എംപയറും ഈ പിന്നെ ഭൂപടത്തിൽ കാണുന്ന രാജ്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിയുമായിട്ട് യാതൊരു ബന്ധമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അമേരിക്കൻ എംപയർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു സംവിധാനവും നമ്മൾ ഭൂപടത്തിൽ കാണുന്ന അമേരിക്കൻ തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ഇതിനകത്തു നിന്നും യാതൊരു പങ്കുമില്ല, ഒരു സ്റ്റേക്കും ഇല്ല. അതിനപ്പുറത്തുള്ളൊരു അധികാര ശക്തി അല്ലെങ്കിൽ പവർഫുൾ ഗ്രൂപ്പ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്ന് ചരടുകൾ വലിക്കുകയും അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ഇതിനെല്ലാം പിന്നെ ശരിക്കുള്ള മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് ദശാബ്ദങ്ങൾക്ക് പുറമോട്ട് പോയി കഴിഞ്ഞിരുന്നില്ല, അവരുടെ അധികാരം അതീശത്വം ആ ഒരു സാമ്രാജ്യ ശക്തി നിലനിർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ യുദ്ധങ്ങൾ കൂടി അല്ലെങ്കിൽ അവർ മറ്റു രാജ്യങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നതിൽ കൂടിയും അവർ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ഇപ്പം കഴിഞ്ഞൊരു 2-2.5 അല്ലെങ്കിൽ ഒരു 3 ദശാബ്ദക്കാലമായിട്ട്, പ്രത്യേകിച്ച് ഒരു 2 ദശാബ്ദക്കാലമായിട്ട് അല്ലെങ്കിൽ 2-2.5, എസ്പെഷ്യലി നമുക്ക് ചൈനയുടെ ഇമർജൻസിന് ശേഷം, ചൈന ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വന്നതിന് ശേഷം, പ്രത്യേകിച്ച് അതിനുശേഷമുള്ളൊരു കാലയളവ്, പ്രത്യേകിച്ച് അത് 2 ദശാബ്ദക്കാലം നമ്മൾ കൂട്ടിക്കും. അമേരിക്ക ചെയ്യുന്ന യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്ക ഇതുപോലുള്ള കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ അലൈസ് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് അമേരിക്കയുടെ പ്രോക്സീസ് എന്നുള്ള അർത്ഥമുണ്ട്. എന്നുവെച്ചാൽ അമേരിക്കയ്ക്ക് വേണ്ടി പണി ചെയ്യുന്ന രാജ്യങ്ങളാണ് അമേരിക്കയുടെ അലൈസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി പണി ചെയ്യാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കൻ അലൈസ് അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾ. അതിപ്പം ഏഷ്യയിലായാലും ശരി, മിഡിൽ ഈസ്റ്റ്, പിന്നെ നമ്മുടെ സൗത്ത് ഏഷ്യയിലായാലും ശരി, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലായാലും ശരി, മിഡിൽ ഈസ്റ്റിലായാലും ശരി, സെൻട്രൽ ഏഷ്യയിലായാലും ശരി, യൂറോപ്പിലായാലും ശരി, ഈസ്റ്റേൺ യൂറോപ്പിലായാലും വെസ്റ്റേൺ യൂറോപ്പിലായാലും എവിടെയായാലും, ആഫ്രിക്കയിലായാലും ലാറ്റിൻ അമേരിക്കയിലായാലും അമേരിക്കൻ അലൈസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വേണ്ടി ഇപ്പം നമ്മൾ കാണുന്ന ഈ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലും അതുപോലെ തന്നെ അല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ കൊവേർട്ട് എന്നൊക്കെ ഇംഗ്ലീഷ് പറയും, ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും അമേരിക്കയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുക അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പ്രോക്സിയായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ അലൈസ് എന്ന് പറയുന്നത്, സഖ്യകക്ഷികൾ അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്നെ ഫ്രണ്ട്ലി നേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ റീജിയനിലും അമേരിക്കയ്ക്ക് ഇതുപോലെ വളരെ ഏറ്റവും അടുപ്പമുള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പം മിഡിൽ ഈസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൗദി, UAE അതുപോലുള്ള ഗൾഫ് നേഷൻസ്, ഇപ്പം ജപ്പാൻ, ഫിലിപ്പീൻസ് ഇതുപോലുള്ള രാജ്യങ്ങൾ, ഈസ്റ്റ് ഏഷ്യയിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യൂറോപ്പിൽ ഇപ്പം നേറ്റോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും അവരെല്ലാം ഒരു വലിയ സംവിധാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ യുക്രൈൻ ഈ പറഞ്ഞ റഷ്യക്കെതിരെ റഷ്യക്കൊരു കൗണ്ടർ വെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റഷ്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടുകൂടി. അപ്പോൾ അമേരിക്കയുടെ ഒരു സഖ്യ കക്ഷിയാണെന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയുടെ പ്രോക്സിയാണ് ശരിക്കും പറയുന്നത്. അമേരിക്കയാണല്ലോ ലീഡർ എവിടെയും. അല്ലെങ്കിൽ നമ്മൾ അമേരിക്ക എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അമേരിക്ക എന്ന രാജ്യമല്ല, ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ആ പവർ സ്ട്രക്ചറിനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പണ്ട് ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ സെൻറ്റഡ് ആയിട്ടുള്ള, ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ആ പവർ സെൻറ്ററിനാണ് നമ്മൾ പറയുന്നത്. അവിടെ നിന്നാണ് അവരുടെ ഓപ്പറേഷൻസ് എല്ലാം. പിന്നെ അതിൻ്റെ നമ്മൾ സെൻട്രൽ അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നില്ലേ എംപയറിൻ്റെ, അതുകൊണ്ടാണ് അവർ ബ്രിട്ടീഷ് എംപയർ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കൻ എംപയർ എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് വേറെ ഏതെങ്കിലും രാജ്യം, ഇപ്പോൾ ചൈനയിലേക്ക് എല്ലാം കൊണ്ട് പ്ലാൻ ചെയ്തിട്ട് പുതിയൊരു ജിയോ പൊളിറ്റിക്കൽ ഓർഡർ, ഒരു ന്യൂ വേൾഡ് ഓർഡർ ചൈനയിൽ നിന്നുണ്ടാണെങ്കിൽ നമ്മൾ ചൈനീസ് എംപയർ എന്ന് വിളിക്കും. അത്രയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം നിലകൊള്ളുന്നതിന് വളരെ ശക്തരായിട്ടുള്ള നമ്മൾ ഗ്ലോബൽ ഇലീറ്റ്സ് എന്ന് പറയും. ആഗോളതലത്തിൽ വളരെ സമ്പന്നരായിട്ടുള്ള, സമ്പന്നരെന്ന് പറയുമ്പോൾ നമ്മളിവിടുത്തെ ഈ ഗൾഫിൽ പോയി കാശുണ്ടാക്കി ഉള്ള പണക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ നാട്ടിൽ പണക്കാരെന്ന് പറയുന്നതല്ല, വളരെ ഗ്ലോബൽ ഇലീറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ ലോക എക്കോണമിയെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡിനെയും ഗ്ലോബൽ ഇൻഡസ്ട്രീസിനെ, ബാങ്കിങ് അതുപോലുള്ള ഫിനാൻഷ്യൽ സെക്ടർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എക്കോണമി
ഗ്ലോബൽ എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതല്ല കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്, പവർഫുൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളാണ് ഈ പറഞ്ഞ എല്ലാ സാമ്രാജ്യ ശക്തി, അതായത് കാലഘട്ടത്തിൽ നിന്നിട്ടുള്ള സാമ്രാജ്യ ശക്തികളുടെ എല്ലാം പിന്നിൽ ഉള്ളതാണ്. അവർ ഇൻവിസിബിളാണ് ശരിക്കും, നമുക്ക് അവരെ അറിയത്തില്ല ശരിക്കും. വളരെ ബാഹ്യമായിട്ട് നമുക്കറിയാവുന്ന കുറേ പേരുകൾ മാത്രമല്ല, ചില കോർപ്പറേഷൻസിൻ്റെ പിന്നെ ഓണേഴ്സ് നമ്മൾ പറയുന്ന ചില ഈ ബില്യനേഴ്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ആമസോണിൻ്റെ അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് അല്ലെങ്കിൽ ഗൂഗിൾ, അപ്പം ഇങ്ങനെയൊക്കെ കാണുന്ന കോർപ്പറേഷൻസിൻ്റെ ഈ ഹെഡ്സിനെ മാത്രമേ പൊതുവേ നമ്മൾ കാണാറുള്ളൂ, ഈ ടോപ്പ് വെൽത്തി പീപ്പിൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർക്കും അപ്പുറം വളരെ ശക്തരായിട്ടുള്ള ഇവരുടെ റിയൽ മാസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ അമേരിക്കയുടെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ കാണുന്ന അമേരിക്കയുടെ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഡിക്ലൈനിങ് പവറിനെ പിടിച്ചു നിർത്താൻ വേണ്ടി, എന്നുവെച്ചാൽ അവരുടെ ഈ പണ്ടുള്ള പ്രതാപം ഇപ്പം നിലനിൽക്കുന്നില്ല, അത് ഒത്തിരി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ വീണ്ടെടുക്കാൻ വേണ്ടി, ഷോറപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്ക കാട്ടിക്കൂട്ടുന്ന ഈ പ്രകടനങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെപ്രാളങ്ങൾ. കാരണം ചലഞ്ച് ചെയ്യാൻ, അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഗ്ലോബൽ ഓർഡറിനെ ചലഞ്ച് ചെയ്യാൻ വേറെ പിന്നെ ശക്തിയുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പ്രത്യക്ഷമായിട്ട് നമ്മൾ പറയുമ്പോൾ ചൈന, റഷ്യ, അവരുടെ കൂടെ ഇറാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ മാറി സൈഡിൽ നിൽക്കുന്നു. എന്തായാലും അമേരിക്ക മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഗ്ലോബൽ ഓർഡറിനെ, അല്ല ജിയോ പൊളിറ്റിക്കൽ ഓർഡറിനെ ചലഞ്ച് ചെയ്യാൻ പുറത്ത് ശക്തി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ, അത് തന്നെയല്ല അമേരിക്കയുടെ പവർ വളരെ ഡിക്ലൈൻ ചെയ്തും വരികയാണ്. പഴയ പോലുള്ള ഒരു പ്രതാപം അമേരിക്കയ്ക്കില്ല എന്നുള്ളത്. കാരണം ഇക്കണോമിക്കലി നമുക്കറിയാം ചൈന ഇഞ്ചിങ് ടുവേർഡ്സ് അല്ലേ, ചില റിപ്പോർട്ടുകൾ പറയുന്നു എന്നെ അമേരിക്ക ഓവർകം ചെയ്തിട്ട് ചൈന പിന്നെ നമ്പർ 1 ഇക്കോണമിയായെന്ന് പറയുന്നു. പക്ഷേ എന്നാലും ഇപ്പോഴും നമുക്ക് അമേരിക്കയാണ് ഒന്നാമത്തെ ലോക സാമ്പത്തിക ശക്തി എന്ന് നമുക്ക് ആ ഒരു ബേസിൽ തന്നെ നമുക്ക് കാര്യങ്ങളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചൈന രണ്ടാമത് തന്നെ ഉണ്ട്. 2049 ആകുമ്പോഴത്തേക്ക് ചൈനയുടെ ഈ 100 വർഷത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇയർ മാരത്തോൺ, എന്നുവെച്ചാൽ അമേരിക്ക എന്ന് പറയുന്ന സൂപ്പർ പവറിനെ ഓവർകം ചെയ്തിട്ട് ലോകത്തിലെ നമ്പർ 1 രാജ്യമായി മാറുക. രാജ്യമല്ല, ഒന്നാമത്തെ, എന്നുവെച്ചാൽ അമേരിക്ക ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ആ പദവി കൈക്കലാക്കുക എന്നുള്ളതാണ് ചൈനയുടെ ലോങ് ടേം മിഷൻ എന്നുള്ളതാണ്. 100 ഇയർ മാരത്തോൺ, അങ്ങനെ ഒരു ബുക്കുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ, അത് ചൈനയുടെ 100 വർഷത്തെ വിഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 1949 മുതൽ 2049 ആകുമ്പോഴത്തേക്കും അവർ അമേരിക്ക എന്ന് പറയുന്ന ശക്തി ആ രാജ്യത്തെ മറികടന്നിട്ട് ലോകത്തിലെ നമ്പർ 1 സൂപ്പർ പവർ ആകുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യമെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക്, അപ്പോൾ അതിനെ, ആ ഒരു ചലഞ്ചിനെ പിന്നെ എന്താ പറയുന്നത്, കൗണ്ടർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുക, ന്യൂട്രലൈസ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ. അതിപ്പം ഈ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്താണ് അമേരിക്കയുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ഗൾഫ് വാർ, ഇറാഖ് ഇൻവേഷൻ സമയത്തൊക്കെ തന്നെ അവരുണ്ടാക്കിയിട്ട് പുതിയ ഒരു ഇതുണ്ട്, പ്രോജക്റ്റ് ഫോർ എ ന്യൂ അമേരിക്കൻ സെഞ്ചുറി എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ സൂപ്രമസിയെ ഏതെങ്കിലും രാജ്യം ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ പിന്നെ എതിർക്കാൻ ഉണ്ടാകരുത്, എന്നുവെച്ചാൽ ഞങ്ങളായിരിക്കണം എന്നും ലോക പോലീസ് അല്ലെങ്കിൽ ലോകത്തിലെ ഒരേ ഒരു സൂപ്പർ പവർ എന്നുള്ളതാണ് അമേരിക്കയുടെ എപ്പോഴത്തെയും അജണ്ട എന്ന് പറയുന്നത്, അവരുടെ ലക്ഷ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന എല്ലാ പിന്നെ സംവിധാനങ്ങളെയും, രാജ്യങ്ങളെയും സംവിധാനങ്ങളെല്ലാം അമേരിക്ക വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒതുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ജിയോ പൊളിറ്റിക്സിൽ കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും അവരുടെ അമേരിക്കൻ പവറിനെ ലോകത്ത് ഗ്യാരണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ എൻഷുർ ചെയ്യുന്നതാണ് അവരുടെ അമേരിക്കൻ ഡോളറും അത് ഗ്ലോബൽ റിസർവ് കറൻസിയായിട്ട് ലോകമൊത്തം അംഗീകരിച്ച് അതിനെ ഈ മറ്റുള്ള കറൻസികളിലെല്ലാം മുകളിൽ ഏറ്റവും ടോപ്പ് കറൻസിയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനെ ബേസ്ഡാണ് ഗ്ലോബൽ എക്കോണമി മൊത്തവും, ഓയിൽ മാത്രമല്ല ഗ്ലോബൽ എക്കോണമി മൊത്തവും റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ
ഡോളറിൻ്റെ അപ്പുറം എന്താ പറയുക, ആ ഒരു പവർഫുൾ പൊസിഷന് പോലും പിന്നെ ചലഞ്ച് ഉണ്ടായി തുടങ്ങി. അതുകൊണ്ടാണ് അമേരിക്കൻ പവർ ഡിക്ലൈൻ ചെയ്ത് തുടങ്ങിയെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെ പിന്നെ ആ കാൽച്ചൂട്ടിലെ മണ്ണൊലിച്ചു പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കാൽച്ചൂട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു അത് തടയാൻ വേണ്ടി, വീണ്ടും വീണ്ടും തടയാൻ വേണ്ടിയാണ് അമേരിക്ക ഈ പറഞ്ഞ പെർപ്പച്വലായിട്ടുള്ള വാറിൽ, തുടർച്ചയായിട്ടുള്ള യുദ്ധത്തിൽ, കാരണം യുദ്ധം ചെയ്താണ് അമേരിക്കയുടെ പവറിനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് പറയുന്നത്, സർവാധിപത്യത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് എല്ലാ കാലത്തും ഈ ഒരു നയം അല്ലെങ്കിൽ ഈ ഒരു തന്ത്രം ഒരിക്കലും ഫലവത്താകുകയില്ല, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചക്ക വീണ മൂലയാകത്തില്ല എന്ന് പറയുന്ന പോലെ അത് ഒരിക്കലും സാധ്യമാകത്തില്ല. കാരണം കാലം മാറുന്നതോറും എല്ലാം മാറും. തീർച്ചയായിട്ടും പവർ ഷിഫ്റ്റ് ഉണ്ടാകും, പവർ ബാലൻസ് മാറും, പവർ ഇക്വേഷൻ മാറും. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്കിതിനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം പണ്ടത്തെ പോലെ ഇപ്പോഴും ഉണ്ടാകണം അല്ലെങ്കിൽ ആകണം എന്ന് നമ്മൾ, കാരണം എല്ലാ സാമ്രാജ്യ ശക്തികളും അങ്ങനെയാണല്ലോ. ഈ സൃഷ്ടി സ്ഥിതി സംഹാരം ഉണ്ടായി കുറച്ചാണ് നിലനിന്നും, അത് പിന്നെ സംഹരിക്കപ്പെടും. അത് സംഹരിക്കപ്പെടുന്ന മറ്റൊരു സിസ്റ്റം ഇതിനെ വെല്ലുവിളിക്കാൻ ഇമർജ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഡിക്ലൈൻ ചെയ്യും. അപ്പോൾ പുതിയൊരു സിസ്റ്റം വരും, അതിനെ നമ്മൾ പുതിയ സാമ്രാജ്യമായിട്ട് കരുതും, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നു. ഇപ്പം ബ്രിട്ടൻ വരെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏഴാമത്തെ ഈ സാമ്രാജ്യത്തിൻ്റെ ഈ ബ്രിട്ടൻ ഏഴാമത്തെ റീഇൻകാർണേഷനാണ് പറയുന്നത്. ബ്രിട്ടന് മുമ്പ് റോമിന് മുമ്പ് ഗ്രീക്കിന് മുമ്പ് പേർഷ്യയ്ക്ക് മുമ്പ് അസിറിയ, ബാബിലോൺ, അങ്ങനെ ആണെന്ന് തോന്നുന്നു. അപ്പം ഇതൊരു കഴിഞ്ഞ 3000 അല്ലെങ്കിൽ 4000 വർഷത്തെ യാത്രയുടെ ആ ഒരു സീക്വൻസാണ് നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതൊന്നും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഈവൻസ് അല്ല. കാരണം റോമൻ സാമ്രാജ്യം പരിണമിച്ചിട്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഉണ്ടായത്. ബ്രിട്ടീഷ് സാമ്രാജ്യം കഴിഞ്ഞിട്ട് ഇപ്പം അമേരിക്കൻ സാമ്രാജ്യത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു ഡിക്ലൈൻ ഉണ്ടാകും. ഡിക്ലൈൻ ഉണ്ടാകുന്നത് മാത്രമല്ല, അത് അവസാനിക്കുകയും ചെയ്യും. അതിനുശേഷം എന്താണ് ലോക സംവിധാനം എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ സാധിക്കത്തില്ല. ചൈന ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് ചില ഈ ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് കാഴ്ചകളും സൂചനകളും കാണുമ്പം നമുക്കങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഈ ലോകം ഇതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ ഈ സാമ്രാജ്യ ശക്തികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കാലാകാലങ്ങളിൽ അവരതിനെ മാറ്റി പ്ലേസ് ചെയ്യുന്നു എന്നുള്ള മാത്രമേ അതിലുള്ള വ്യത്യാസമുള്ളൂ തീർച്ചയായിട്ടും. അപ്പോൾ അമേരിക്കയുടെ ഡിക്ലൈനിങ് പവറിനെ പിടിച്ചു നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സഖ്യകക്ഷികൾ എന്ന് പറയുമ്പോൾ അവരുടെ പ്രോക്സീസാണ്. അതിപ്പം പാകിസ്ഥാനായാലും ശരി, ഇസ്രായേലായാലും ശരി, UAE ആയാലും സൗദി ആയാലും, അല്ലെങ്കിൽ മറ്റ് യുക്രൈൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ആയാലും, ഈ തായ്വാൻ, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ പ്രോക്സീസാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ അമേരിക്ക എന്ന് പറയുന്ന വലിയ സംവിധാനത്തിന് കീഴിൽ വരുന്ന പിന്നെ ചെറിയ അവരുടെ സബ് സിസ്റ്റംസാണ് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ടാണല്ലോ നമുക്ക് എവിടെയും നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ ബേസ് ആണുള്ളത്, അല്ല മറ്റു രാജ്യങ്ങളുടെ ബേസ് അവിടെ ഇല്ലല്ലോ. മറ്റൊരു രാജ്യത്തിൻ്റെ ബേസ് അമേരിക്കയിലില്ലല്ലോ. അമേരിക്കൻ ബേസാണ് ജപ്പാനിലുള്ളതും, അല്ലെങ്കിൽ സൗത്ത് കൊറിയയിലുള്ളതും, അല്ലെങ്കിൽ ഫിലിപ്പീൻസിലുള്ളതും, UAEയിലുള്ളതും, മിഡിൽ ഈസ്റ്റിലുള്ളതും, അല്ലെങ്കിൽ പിന്നെ ഈവൻ പാകിസ്ഥാനിലുള്ളതും, അഫ്ഗാനിസ്ഥാനിലുള്ളതും. യുക്രൈനിൽ ബേസ് ഇല്ല, എന്നാലും അമേരിക്കൻ വെപ്പൺസാണ് ഒട്ടുമിക്ക രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ സിസ്റ്റംസാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ ബേസസാണ് ലോകത്ത് എല്ലായിടത്തും ഉള്ളത്. ചൈനയ്ക്ക് ബേസ് വളരെ നാമമാത്രമായിട്ട് 1-2 ചിലപ്പോൾ കാണുമായിരിക്കും ചിലപ്പം, ഇല്ലേ? റഷ്യയ്ക്കും ഇല്ല. ഇത്രയും ലോകത്തിലെ രണ്ടാമത്തെ പവർ എന്ന് പറയുന്ന റഷ്യയ്ക്ക് പോലും ഇത്രയും മിലിറ്ററി ബേസസ് ഇല്ല. അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബേസ് ഉള്ളത്. എന്നുവെച്ചാൽ എവിടെ ചെന്നാലും അമേരിക്കയുടെ ഒരു ബേസ് നമുക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കും. 650-700 അല്ലെങ്കിൽ ഒരു 600-700 ഇടയിൽ വരുന്ന നമ്പറിലുള്ള മിലിറ്ററി ബേസസ്, വലുതും ചെറുതായിട്ടുള്ള മിലിറ്ററി ബേസസ് അമേരിക്കയ്ക്കുണ്ട് ലോകത്തെല്ലായിടത്തും. അപ്പോൾ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി സംവിധാനം എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെയാണ്. അപ്പോൾ ഇത്രയും മിലിറ്ററി എക്സ്റ്റേണലായിട്ടുള്ള മിലിറ്ററി ബേസിനെ തന്നെ അവർക്ക് തീറ്റിപ്പോരണമെങ്കിൽ ഒരു ദിവസം എത്ര $1 ബില്യൺ അമേരിക്കയ്ക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും. അവരുടെ അകത്തെ പോട്ടെ, ഈ ലോകത്തുള്ള ഇത്ര മിലിറ്ററി ബേസിനെ എല്ലാം അവർക്ക് ഒരു ദിവസം ഫീഡ് ചെയ്യണമെങ്കിൽ, തീറ്റിപ്പോരണമെങ്കിൽ, കാരണം ഇത് നിസ്സാര കാര്യമൊന്നുമല്ലോ. കാരണം ഇഷ്ടം പോലെ പൈസ ചിലവുള്ള കാര്യമല്ലേ. അപ്പോൾ എത്ര $1 ബില്യൺ ഇവർക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ലോകത്തിലെ ഏറ്റവും മിലിറ്ററി ബജറ്റ് തന്നെ, ഡിഫൻസ് ബജറ്റ് തന്നെ അമേരിക്കയല്ല, ഏകദേശം $1 ട്രില്യൺ അടുത്ത് അറിയാം അവരുടെ ആനുവൽ ഡിഫൻസ് ബജറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് നിൽക്കുന്ന ചൈന, അതിൻ്റെ അമേരിക്കൻ മിലിറ്ററി ബജറ്റിൻ്റെ പകുതിയുള്ളൂ ശരിക്കും. എന്നുവെച്ചാൽ അമേരിക്കൻ മിലിറ്ററി ബജറ്റ് ഏകദേശം
$900 ബില്യൺ അങ്ങനെയാണ് ഇപ്പോൾ. $1 ട്രില്യൺ ആയിട്ടില്ല. ഒരു പക്ഷേ ഈ വർഷം അല്ലെങ്കിൽ ഈ വരുന്ന വർഷമൊക്കെ ചിലപ്പോൾ $1 ട്രില്യൺ ആക്കുമായിരിക്കും. ഹിസ്റ്റോറിക്കൽ റീച്ചായിരിക്കും. ചൈനയ്ക്ക് ഈ 900 ബില്യൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 450. ചൈനയ്ക്ക് അത്രയും പോലും ഇല്ല. അതിൻ്റെ ഒരു പക്ഷേ പകുതിക്ക് കൂടുതലുണ്ട്. അതിൻ്റെ 200 ചില്ലുവാനത്തിന് മേളിൽ ബില്യൺ ആണെന്ന് തോന്നുന്നു ചൈനയുടെ മിലിറ്ററി ബജറ്റ്. റഷ്യക്ക് അതിനേക്കാളും ഒത്തിരി കുറവാണ്. 4ാമത്തെ മിലിറ്ററി ബജറ്റ് ഏറ്റവും കൂടുതൽ രാജ്യം ഇന്ത്യയാണെന്ന് തോന്നുന്നു. 70 to 80 ബില്യൺ മിലിറ്ററി ബജറ്റുള്ളൂ ഇന്ത്യക്ക്. ആനുവൽ മിലിറ്ററി ബജറ്റ്. അപ്പം നമ്മുടെ 70-80 അവിടെ കിടക്കുന്നു. അമേരിക്കയുടെ $900 ബില്യൺ അവിടെ കിടക്കുന്നു. $1 ട്രില്യൺ ആകാൻ പോവുകയാണ്. ഏകദേശം വരുന്ന വർഷങ്ങളിൽ ചിലപ്പം അമേരിക്കയുടെ ടോട്ടൽ മിലിറ്ററി ബജറ്റ് തന്നെ $1 ട്രില്യൺ ആകും. എന്നുവെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ GDPക്ക് തുല്യമായിട്ടുള്ളൊരു എമൗണ്ടാണ്. അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഇറാൻ്റെ ഒക്കെ തന്നെ GDP എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും അതിൻ്റെ പകുതിയോളം വരുമെന്ന് തന്നെ സംശയമാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, എത്ര മാസീവായിട്ടുള്ള സ്കെയിലുള്ള ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്ന സിസ്റ്റംസാണ്. അപ്പോൾ അതാണ് അവരുടെ മൈറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ശക്തിക്ക് ഒരു ഇറോഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു രാജ്യമായിട്ടുള്ള ചൈനയ്ക്ക് പെട്ടെന്ന് കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കഴിയില്ല. കാരണം ഈ ലോകത്ത് ഇത്രയും മിലിറ്ററി ബേസ് ഉള്ള അമേരിക്കയുടെ ഇതിനെല്ലാം ഡിസ്പ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഈ സ്ഥലങ്ങളെല്ലാം ചൈന മിലിറ്ററി ബേസ് സ്ഥാപിക്കുക, അതുപോലെ തന്നെ ഇത്രയും രാജ്യങ്ങൾക്ക് ആയുധം കൊടുക്കുക, ഇത്രയും രാജ്യങ്ങളിൽ അവരുടെ മിലിറ്ററി ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഇത്രയും രാജ്യങ്ങളെ അവരുടെ പ്രോക്സിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഇതുവരെ ചൈനയ്ക്ക് സാധിച്ചിട്ടില്ല. അവരെ ഇക്കോണമിക് പവർ ഉപയോഗിച്ച്, ട്രേഡ് ഉപയോഗിച്ചിട്ട് പല രാജ്യങ്ങളിലും അവർ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഇതുപോലുള്ളൊരു മാസീവ് സിസ്റ്റം ഒന്നും അവരിതുവരെ ഒരിടത്തും ഉണ്ടാക്കിയെടുക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞിട്ടില്ല, റഷ്യക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അമേരിക്കയുടെ പവറിന് കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത് ഒരുപക്ഷെ നെക്സ്റ്റ് നമുക്ക് എല്ലാം പറയുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് ഇതൊന്നും പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമില്ല. എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ടും ഗ്രാജുവലായിട്ട് സംഭവിക്കത്തുള്ളൂ. ഇപ്പോൾ അമേരിക്കൻ പവർ ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെയും അടുത്തൊരു വർഷമോ 2 വർഷം കൊണ്ടൊന്നും ഡിക്ലൈൻ ചെയ്യത്തില്ല. തീർച്ചയായിട്ടും എന്തായാലും 10 വർഷം കൊണ്ടും ഡിക്ലൈൻ ചെയ്യത്തില്ല ഉറപ്പായിട്ട്. നമുക്ക് ഒരു മീഡിയം ടു ലോങ് ടേമിൽ മാത്രമേ നമുക്കതിനെ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പം ചൈനയും റഷ്യയും ഇന്ത്യയും ഇറാനും എല്ലാം ഒരുമിച്ച് നിന്നാൽ പോലും തീർച്ചയായിട്ടും ഇതിനെ റീപ്ലേസ് ചെയ്ത് ഇതിനെ ബദലായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക. ബദലായിട്ടുള്ള സംവിധാനം മിലിറ്ററി മാത്രമല്ലല്ലോ, കാരണം ലോക ഇക്കണോമിക് സിസ്റ്റം, ഫിനാൻഷ്യൽ സിസ്റ്റം എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കണ്ടേ. എന്നുവെച്ചാൽ ഈ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ സംവിധാനങ്ങളെല്ലാം വെല്ലുവിളിക്കത്തക്ക രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും സിസ്റ്റംസും എല്ലാം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ IMFന് പകരമായിട്ട് അവർക്ക് ചൈനയ്ക്ക് അല്ലെങ്കിൽ ചൈന നേതൃത്വം കൊടുക്കുന്ന രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ അമേരിക്കയെ വെല്ലുവിളിക്കാൻ വേണ്ടി IMFന് പകരം അതിനേക്കാളും മെച്ചപ്പെട്ട ലോകത്തിനെ മൊത്തം നിയന്ത്രിക്കാൻ കഴിയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഷോർട്ട് ടൈമിൽ കഴിയുമോ? വേൾഡ് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അതുപോലെ അവരുടെ മറ്റ് ഫിനാൻഷ്യൽ സംവിധാനങ്ങളൊക്കെ തന്നെ അതിന് പകരമായിട്ട് ഒന്നും പെട്ടെന്ന് ലോകത്തെ മൊത്തം ഈ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ലോകത്തിനെ മൊത്തം സ്വാധീനിക്കത്തക്ക രീതിയിൽ ഈ പറഞ്ഞ രാജ്യത്തിന് ചൈനയ്ക്കോ അല്ലെങ്കിൽ ചൈന, റഷ്യ, ഇന്ത്യ, ഇറാൻ കോംബോയ്ക്ക്, ബ്രിക്സ് അവർക്ക് സാധിക്കത്തില്ല. തീർച്ചയായിട്ടും ഈ ഷോർട്ട് മീഡിയം ടൈമിൽ സാധിക്കത്തില്ല. അടുത്ത 5 വർഷത്തിൽ എന്തിനും സാധിക്കത്തില്ല, 10 വർഷത്തിലും സാധിക്കത്തില്ല, ഉറപ്പാണ്. അതിൽ യാതൊരു സംശയമൊന്നുമില്ല. ഒരു 25 years to 50 years നമുക്കറിയാം. അതിനകത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും കാര്യമായിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു എന്താണ് പറയുക റവല്യൂഷണറി ചേഞ്ചസ് വല്ല ഇക്കാര്യത്തിൽ ഉണ്ടാകാം തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയുടെ യുദ്ധങ്ങൾ ഇപ്പോഴത്തെ അവരുടെ അധികാരത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. അവരുടെ കറൻസി ആയിട്ടുള്ള ഡോളറിൻ്റെ സൂപ്രമസി അല്ലെങ്കിൽ അപ്രമാദിത്വം നിലനിർത്തുക, അതിനെ ചലഞ്ച് ചെയ്യാൻ മറ്റൊരു കറൻസി അല്ലെങ്കിൽ സംവിധാനം ഉണ്ടാകരുത്. ഇപ്പം യുവാനാണല്ലോ നമ്മൾ പൊതുവെ ഇവ കേൾക്കുന്നത്. സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ചൈനീസ് യുവാനാണ്. പക്ഷേ ചൈനീസ് യുവാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അത്ര പെട്ടെന്നൊന്നും അത് നമുക്ക് ലോകത്തിനത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കറൻസി അല്ല. അതിനൊക്കെ ഒത്തിരി ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങളിൽ കൂടാണല്ലോ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളിലേക്ക്
എന്തെങ്കിലും പോകുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നത് ഈ ജിയോ പൊളിറ്റിക്കൽ ഓർഡറിന് ഇപ്പം ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പറയുന്നുണ്ട് ഈ യുദ്ധം കഴിയുന്നതോടുകൂടി ഈ ജിയോ പൊളിറ്റിക്കൽ ഓർഡറെല്ലാം കാര്യമായിട്ട് മാറും, അമേരിക്കയുടെ പവർ ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്യും, അമേരിക്ക പഴയ പോലെ ആയിരിക്കത്തില്ല, അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്ന് കിക്ക് ഔട്ട് ചെയ്യപ്പെടും, അവിടെ ചൈനയും റഷ്യയും കയറി പിന്നെ വലിയ സാധനം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഈ പവർ അവർ കുറച്ച് നാളോടെ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോങ് ടൈമിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഒരു മാറ്റം അല്ലെങ്കിൽ വ്യത്യാസം പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ നമുക്ക് തൽക്കാലം പറയാനുള്ളൂ. അപ്പോൾ അമേരിക്ക ചെയ്യുന്ന യുദ്ധം, പണ്ട് കോൾഡ് വാർ ടൈമിൽ അമേരിക്ക ചെയ്യുന്ന യുദ്ധം അമേരിക്കയുടെ പവർ ഡിക്ലൈൻ ചെയ്യുന്നതായിട്ടുള്ള പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഇൻഡിക്കേഷൻസും സിഗ്നൽസും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് അമേരിക്ക ചെയ്തുകൊണ്ടിരുന്ന യുദ്ധം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഡയറക്റ്റായിട്ട് അമേരിക്ക യുദ്ധം ചെയ്യുന്ന വളരെ കുറവാണ്. ഇപ്പോൾ വിയറ്റ്നാം അതുപോലുള്ള എക്സാമ്പിൾസൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം പ്രോക്സീസിനെ ഉപയോഗിച്ചുള്ള യുദ്ധങ്ങളാണ്. അപ്പോൾ അന്ന് അവർ ചെയ്തുകൊണ്ടിരുന്ന യുദ്ധം അവരുടെ തീർച്ചയായിട്ടും ആ ഒരു ശക്തിയെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്ക കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പവറിനെ പിന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നുവെച്ചാൽ കൂടുതൽ ഡിക്ലൈനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, നമുക്ക് കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ആണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ജിയോ പൊളിറ്റിക്കൽ ഓർഡർ, അമേരിക്കയുടെ ലീഡർഷിപ്പിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഓർഡർ കുറേ കാലങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇതിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള സിസ്റ്റം കൊണ്ടുവരാൻ കപ്പാസിറ്റിയുള്ള രാജ്യം ചൈന പോലും ഇതിലൊന്നും ആയിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക.